Hello friends, welcome back to our channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കറിവേപ്പില കൊണ്ട് നല്ല ചമ്മന്തിപ്പൊടി. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പഴയ വീഡിയോകളൊക്കെ കണ്ട് ഒരുപാട് പേര് നിങ്ങളുടെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തു. അവർ വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനിയും ആരെങ്കിലും ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ഞങ്ങളോട് അത് ട്രൈ ചെയ്ത ശേഷം അതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇന്നത്തെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഈ റെസിപ്പിയുടെ പേര് കറിവേപ്പില കട്ടി എന്നാണ്. കാരണം ഇതിനകത്ത് നമ്മൾ കറിവേപ്പിലയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. തേങ്ങയും അതുപോലെ തന്നെ വേണം. കൂടാതെ പുളി, ഉണക്കമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി കനം കുറച്ച്, വളരെ കനം കുറച്ച് ഇത് അരിയാവുള്ളൂ. അതുപോലെ ചെറിയ ഉള്ളി ആണെങ്കിലും വളരെ കനം കുറച്ച് വട്ടത്തിൽ അരിയണം. പുളിയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു നെല്ലിക്കായുടെ വലിപ്പം മാത്രമേ പാടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഈ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മതി, കുറച്ച് മതി. 1 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല. കാരണം എനിക്ക് കിട്ടിയ തേങ്ങ അത്ര നല്ല തേങ്ങയല്ല. ഇവിടെ കിട്ടുന്ന തേങ്ങ എണ്ണ കുറവുള്ള തേങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത്. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു തേങ്ങ ഉണ്ടത്. ഞാനിപ്പോൾ ഒരു തേങ്ങയിലാണ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു തേങ്ങ ഇട്ട് ചെയ്താൽ മതി. വലിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 or 3 തേങ്ങ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 30 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതായത് ഒരു 1.5 പിടി കറിവേപ്പിലയാണ് ഞാനിതിന് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കറിവേപ്പില കട്ടി എന്നാണ് ഇതിന് പേര്. ചമ്മന്തിപ്പൊടിയുടെ ഏകദേശം രുചിയൊക്കെ ഇതിന് വരുന്നുണ്ട്. പക്ഷേ കറിവേപ്പിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഒരു 7 ഉണക്കമുളക്. എരിവ് ഇഷ്ടമുള്ളവർക്ക് 7 ഇടാം, അല്ലെങ്കിൽ ഒരു 6. ഞാനിപ്പോൾ 7 ഇട്ടിട്ടുണ്ട്. കുറച്ച് എരിവൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കനം കുറച്ച് കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതി. ഒരു വലിയ കഷ്ണമൊന്നും വേണ്ട. അത് നല്ല കനം കുറച്ചിടണം. കാരണം ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്യാനുള്ളതാണ്. കനം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മൂക്കാൻ കുറച്ച് സമയം എടുക്കും. അതേപോലെ തന്നെ ഞാനൊരു 6 ചെറിയ ഉള്ളി അതും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, കണക്കുകൾ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം. പിന്നെ നമുക്ക് ഉപ്പും പുളിയൊക്കെ പിന്നീട് ചേർക്കാം. എല്ലാം പാകത്തിന് മതി. പക്ഷേ കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം. നിങ്ങൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് യോജിപ്പിച്ച ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഫ്ലെയിം ഒരുപാട് കുറഞ്ഞും ഒരുപാട് കൂടിയും പോവരുത്. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. തേങ്ങ ഒരേപോലെ ആയിരിക്കണം വറുത്തെടുക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 25 മിനിറ്റോളം സമയമെടുക്കും ഇത്. കാരണം ഇത് പതിയെ ചുമന്ന് വരത്തുള്ളൂ. പെട്ടെന്ന് നിങ്ങൾ പാകമാകാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഏകദേശം നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ രുചിയൊക്കെ വരുന്നുണ്ട് ഇതിന്. എന്നാലും കറിവേപ്പിലയുടെ ടേസ്റ്റാണ് കൂടുതൽ വരുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. കാരണം നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയും വേണമെന്നില്ല. ഈ ഒരു ഡിഷ് ഉണ്ടെങ്കിൽ നമുക്കിത് മാത്രം മതി. ഞാൻ ആദ്യമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനിതൊന്ന് നമ്മുടെ വീഡിയോയിലൊന്ന് ഇടാമെന്ന് വിചാരിച്ചത്. ഞാനിതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട്, തൃശ്ശൂരുള്ളൊരു ഫ്രണ്ട്, അപ്പം ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പം ഇതുപോലെ അവിടെ ചെന്നപ്പോഴാണ് ഞാനിത് കഴിക്കുന്നത്. അപ്പം അവിടുത്തെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ചമ്മന്തിപ്പൊടിക്ക് പകരം ഞങ്ങൾ ഉണ്ടാക്കുന്നൊരു സാധനമാണിത്. അങ്ങനെ അന്ന് തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്നുള്ളത്. സാധാരണ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വലിയ ഈ ഉരുളിക്കകത്തൊക്കെ ഇട്ടാണ് നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ കറിവേപ്പിലക്കട്ടിയും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി ഏകദേശം ഒരു മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ചുമന്ന് വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കിരികിരാന്ന്. നമ്മൾ അതൊക്കെയാണ് ഇതിൻ്റെ മൂത്ത് വരുന്നതിൻ്റെ പാകം എന്ന് പറയുന്നത്. നമ്മൾ ഈ കറിവേപ്പില ഒടിക്കുമ്പം ഇങ്ങനെ സൗണ്ട് കേൾക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കറിവേപ്പിലക്കട്ടി പലതരത്തിൽ ചെയ്യും കേട്ടോ. നമ്മൾ ഇതിനകത്ത് നമ്മൾ ചിലർ മല്ലി, ഉണക്കമല്ലി ഇട്ടും കുരുമുളക് ഇട്ടും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇടുമ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത്.
പക്ഷേ എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത്, അതൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, പല റെസിപ്പിയിലും പല രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞു തന്ന നിശ്ചയിച്ച് പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ രീതിയിൽ മാത്രമേ ചെയ്ത് നോക്കാവുള്ളൂ, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ശരിക്കുമുള്ള രുചി, അതായത് ഈ കറിവേപ്പിലക്കട്ടിയുടെ ഒരു ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ മാത്രമേ ചെയ്ത് നോക്കാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയത്. എനിവേ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പൊടിക്കുമ്പോൾ നിങ്ങളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലർക്ക് നല്ലതായിട്ട് പൊടിയുന്നതായിരിക്കും ഇഷ്ടം, അതായത് കുഴയുന്ന രീതിയിൽ. ചിലർക്ക് അതൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പൊടിക്കുക. ഇത് കണ്ട് ഈ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്കും കിരികിരാ സൗണ്ട് വരണം, ഇതുപോലെ പൊടിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ നല്ല മൂത്ത് വരുന്ന ഒരു പാകമെന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് പുളി. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു നെല്ലിക്കായുടെ ഒരു സൈസ് പുളി മതി. പുളി അച്ചിടുക, അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പ്, അതും പാകത്തിന്. ഇതിൻ്റെ പുളിയും ഉപ്പും എല്ലാം ഇതിലൊന്ന് പിടിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ള, ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇതിനെ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറിവേപ്പിലക്കട്ടി നല്ല തണുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ മിക്സിയുടെ ബൗളിൽ നന്നായിട്ട് ഇതിനെ പൊടിച്ചെടുക്കണം. ഒരുപാട് ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുഴഞ്ഞു പോകരുത്. മിക്സിയുടെ ബൗൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷമേ പൊടിക്കാവുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇത് കുറേ നാളൊക്കെ നമ്മൾ പുറത്ത് സൂക്ഷിക്കേണ്ടതല്ലേ, ചീത്തയൊന്നും ആവത്തില്ല നല്ല രീതിയിൽ പൊടിച്ചെടുത്താൽ. ഒന്ന് പൊടിഞ്ഞു വരുന്ന ആ ഒരു പരുവമാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. കുറേശ്ശെ പൊടിക്കുക. അങ്ങനെ നമ്മുടെ കറിവേപ്പിലക്കട്ടി അവസാനം റെഡിയായി വന്നിട്ടുണ്ട്. മലയാളികളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ തന്നെ, കറികൾക്ക് നമ്മൾ ഗുണങ്ങൾ പോലെ തന്നെ രുചിയും ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പം ഇതിനകത്ത് രണ്ടും ചേരുന്നുണ്ട്. രുചിയേക്കാൾ ഉപരി ഗുണമാണ് ഇതിനകത്തുള്ളത്. കാരണം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നമ്മുടെ മുടിക്കും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഈ ഇലയിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ